എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ മുക്തി നേടിയത് ഈ നരസിംഹമൂർത്തിയുടെ പാദത്തിനെ ആശ്രയിച്ചതോടുകൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ ഞാൻ എപ്പോൾ സാമ്പത്തികമായി പ്രതിസന്ധി വരുമ്പോൾ പ്രവർത്തിച്ചുണ്ടോ അതെനിക്ക് സാധിച്ചതാണ്. നമ്മൾ എന്ത് ഭഗവാൻ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ആ ഒരു അനുഭവവും അനുഗ്രഹവും നമുക്ക് ഭഗവാൻ തരും. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് കുറുമശ്ശേരി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മാരാത്രിക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ശ്രീ മാരാത്രിക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രം. പേര് പോലെ തന്നെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാര ഭാവങ്ങളിലുള്ള ശ്രീ നരസിംഹസ്വാമി, ശ്രീ പാർത്ഥസാരഥി, ശ്രീ സന്താനഗോപാലമൂർത്തി എന്നീ ഭഗവാന്മാർ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് 3 ശ്രീകോവിലുകളിലായി നേർരേഖയിൽ കിഴക്കോട്ട് ദർശനമായി വാണരുളുന്നു. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രം എന്ന് പേര് വന്നത്. അതുമാത്രമല്ല, പണ്ടുകാലം മുതൽക്കേ ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നത് മാരാമറ്റത്ത് മനയിൽ നിന്നായിരുന്നു. അവരുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ ശ്രീ മാരാത്രിക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ശ്രീ മാരാത്രിക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ശ്രീ പാർത്ഥസാരഥി ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയ 2 ശ്രീകോവിലുകളിലായി കിഴക്കോട്ട് ദർശനമായി ഒരു ശ്രീകോവിലിനകത്ത് ശ്രീ മഹാഗണപതിയുടെ പ്രതിഷ്ഠയും തൊട്ടടുത്ത ശ്രീകോവിലിൽ ശ്രീ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ശ്രീ സന്താനഗോപാലമൂർത്തിയുടെ ശ്രീകോവിലിൻ്റെ വടക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു നാഗത്തറയിൽ പടിഞ്ഞാറ് ദർശനമായി നാഗരാജാവ്, നാഗേഷി, ബ്രഹ്മരക്ഷസ്, സർപ്പം എന്നിവരുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇത്രയുമാണ് ശ്രീ മാരാത്രിക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വൈഷ്ണവ ചൈതന്യമുള്ള 3 ഭഗവാന്മാരുടെ പ്രധാന ശ്രീകോവിലുകൾ ഉള്ളതായി നമ്മൾ മുൻപേ പറഞ്ഞിരുന്നുവല്ലോ. അതിൽ മധ്യഭാഗത്തുള്ള ശ്രീകോവിലിൽ സ്വയംഭൂവായ നരസിംഹമൂർത്തിയാണ് കുടിയിരിക്കുന്നത്. ഈ നരസിംഹസ്വാമിയുടെ വലതുഭാഗത്തുള്ള ശ്രീകോവിലിൽ ശ്രീ പാർത്ഥസാരഥിയും ഇടതുഭാഗത്തുള്ള ശ്രീകോവിലിൽ ശ്രീ സന്താനഗോപാലമൂർത്തിയുമാണ് കുടിയിരിക്കുന്നത്. ശ്രീ നരസിംഹസ്വാമി, പാർത്ഥസാരഥി, സന്താനഗോപാലമൂർത്തി എന്നിവർക്ക് തുല്യ പ്രാധാന്യമാണ് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ കൽപ്പിച്ചു വരുന്നതെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ചൈതന്യം ശ്രീ നരസിംഹമൂർത്തിയാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഈ നരസിംഹമൂർത്തി ഈ കുറുമശ്ശേരി ദേശത്ത് സ്വയംഭൂവായി കുടികൊണ്ട ചൈതന്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഈ രൗദ്ര ചൈതന്യം കണ്ടെത്തിയതാകട്ടെ അദ്വൈത ആചാര്യനായ സാക്ഷാൽ ശ്രീശങ്കരാചാര്യരാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ശ്രീശങ്കരാചാര്യർ ഈ നരസിംഹമൂർത്തി ചൈതന്യത്തെ കണ്ടെത്തി പൂജാതി കർമ്മങ്ങൾ നടത്തി ഈ ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഈ ഭഗവാനെ ഈ ദേശത്തിന് സമർപ്പിക്കുകയായിരുന്നു. അന്ന് സ്വയംഭൂവായ ശ്രീ നരസിംഹസ്വാമിയുടെ ചൈതന്യത്താലും ശ്രീശങ്കരാചാര്യരുടെ ചൈതന്യത്താലും വനപ്രദേശമായിരുന്ന ഈ സ്ഥലം പിന്നീട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ഗ്രാമമായി മാറി. പിന്നെയും കാലങ്ങൾ കടന്നുപോയി. സമ്പൽ സമൃദ്ധമായിരുന്ന ഈ ഗ്രാമം വിദേശ സഞ്ചാരികളുടെ ആക്രമണം മൂലവും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും നാശോന്മുഖമായി തീർന്നു. അതോടെ ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നിലച്ചു. അതോടുകൂടി നരസിംഹസ്വാമിയുടെ ചൈതന്യം രൗദ്രഭാവത്തിലേക്ക് മാറി. ഈ രൗദ്രഭാവം ഈ നാടിനും നാട്ടുകാർക്കും നാശം വിതയ്ക്കുമെന്ന് മനസ്സിലാക്കിയ അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠർ ഈ നരസിംഹമൂർത്തിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിനുള്ള പോംവഴികളെക്കുറിച്ച് ആലോചിച്ചു. ഒടുവിൽ അവരൊരു മാർഗം കണ്ടെത്തി. മഹാവിഷ്ണുവിൻ്റെ തന്നെ ചൈതന്യങ്ങളായ സന്താനഗോപാലമൂർത്തിയെയും പാർത്ഥസാരഥിയെയും നരസിംഹസ്വാമിയുടെ ഇരുവശങ്ങളിലായി പ്രതിഷ്ഠിച്ചു. എന്നിട്ടും നരസിംഹമൂർത്തിയുടെ രൗദ്രഭാവത്തിന് കുറവ് സംഭവിക്കാത്ത സാഹചര്യത്തിൽ രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളിയെ നരസിംഹമൂർത്തിയുടെ നേരഭിമുഖമായി പ്രതിഷ്ഠിച്ച് പ്രതിവിധി കണ്ടെത്തി. ആ ഭഗവതിയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിന് നേരഭിമുഖമായുള്ള വട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നത്. ഈ ഭദ്രകാളിയാണ്
നരസിംഹമൂർത്തിയുടെ രൗദ്രഭാവത്തെക്കുറിച്ച് ഈ നാടിനെയും നാട്ടുകാരെയും സംരക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തജനങ്ങളും വട്ടക്കാട് ഭഗവതിയെ കൂടി ദർശനം ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ദർശന സൗഭാഗ്യം കൈവരൂ എന്നാണ് വിശ്വാസം. കൂടാതെ ഈ മാരാതിർക്കൽ നരസിംഹസ്വാമിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ശത്രുദോഷങ്ങളകന്ന് കൂടുതൽ വിജയം നേടുന്നതിനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും ഈ ദർശനം അത്യുത്തമമാണ്. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ എന്നും നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നതിനും കഷ്ടകാലങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും നല്ല സുഹൃത്ബന്ധങ്ങൾ ലഭിക്കുന്നതിനും അതുവഴി ജീവിത പുരോഗതി നേടുവാനും മദ്യപാനം, പുകവലി, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിൽ നിന്നും സമ്പൂർണ്ണ മോചനം നേടുന്നതിനും ഈ പാർത്ഥസാരഥി ദർശനം ഉത്തമമാണ്. കൂടാതെ ഉത്തമമായ വിവാഹം നടക്കുന്നതിനും സത്സന്താന ലബ്ധിക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും ഈ സന്താനഗോപാലമൂർത്തിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അതുമാത്രമല്ല, ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് 3 ശ്രീകോവിലുകളിലായി ശ്രീ നരസിംഹസ്വാമി, ശ്രീ സന്താനഗോപാലമൂർത്തി, ശ്രീ പാർത്ഥസാരഥി എന്നീ ത്രിമൂർത്തികൾ തുല്യ പ്രാധാന്യത്തോടെ വാഴുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദേവൻ്റെ തന്നെ 3 അവതാരമായിട്ട് തുല്യ പ്രാധാന്യം ഈ 3 നരസിംഹത്തിനും പാർത്ഥസാരഥിക്കും സന്താനഗോപാലത്തിനും തുല്യ പ്രാധാന്യമാണ്. അങ്ങനെ ഇവിടുത്തെ അത് ഒരു സ്ഥലത്തുണ്ടാകുമെന്ന് തോന്നണില്ല എനിക്ക്. ഇവിടെ നടുക്കുള്ള നരസിംഹമൂർത്തിയാണ്. അവിടെ പ്രധാന എന്ന് പറഞ്ഞാൽ പാൽപ്പായസമാണ് അവിടെ പ്രധാന വഴിപാട്. വ്യാഴാഴ്ചകളിൽ പാനകമുണ്ട്. അതായത് ഉഗ്രമൂർത്തിയാണ്. അപ്പോൾ ആ ഉഗ്രത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യാഴാഴ്ച വൈകിട്ട് പാനക നേദ്യമുണ്ട്. പിന്നെ വടക്കുവശത്തുള്ളത് സന്താനഗോപാലമാണ്. അത് കുട്ടികളെ ഉണ്ടാവാനും ഒക്കെ ആയിട്ടുള്ളതാണ്. അതും ഭാഗ്യഭുക്ത പുഷ്പാഞ്ജലിയാണ് അവിടെ പ്രധാനം. പിന്നെ തെക്കുവശത്തുള്ളത് പാർത്ഥസാരഥി മൂർത്തിയാണ്. അത് അർജുനന് ഗീതോപദേശം കൊടുക്കണ ആ ഒരു ഇതാണ്, ആ ഭാവമാണ് അവിടെ ഉള്ളത്. അവിടെയും പാൽപ്പായസം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ശാസ്താവാണ്. ശാസ്താവിന് എള്ളുതിരി ആണ് പ്രധാനം. ഗണോദിക്ക് ഒറ്റയപ്പമാണ് പ്രധാനം. പിന്നെ പുറത്തുള്ളത് നാഗരാജാവും അത് ആയില്യം പൂജ ആണ് അവിടെ പ്രധാനമായിട്ട്. അത് പ്രധാനം ഈ നരസിംഹമൂർത്തിൻ്റെ അടുക്കാണ് വരുന്നത്. ആ പാനക നിവേദ്യമാണ് കാര്യസിദ്ധിക്ക് വേണ്ടി. പിന്നെയുള്ളത് സന്താനഗോപാലം. അവിടെ തൊട്ടിൽ കെട്ടിയ സന്താനലബ്ധി ഉണ്ടാവും. അതാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അവിടെ പറ ഉണ്ടായാൽ അത് ഏറ്റവും പ്രധാനമായിട്ട് കൽക്കണ്ട പറയാണ്. അത് നരസിംഹത്തിന് നടക്കാനത് പറ നരയ്ക്കാറ് പതിവ്. അപ്പോൾ പ്രധാനമുള്ളൊരു പറന്നറ പ്രധാനമാണ്. അതിൽ കൽക്കണ്ടപ്പറ പ്രധാനമായിട്ടുള്ളതാണ്. ഇത് ഒന്നാമത്തെ ആയുസ്സിന് കുട്ടികൾക്കൊക്കെ ആയുസ്സുണ്ടാവാനും വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നരസിംഹമൂർത്തിക്ക് മഞ്ഞമാല ചാർത്തിയിട്ട് വ്യാഴാഴ്ചകളിൽ ചാർത്തി തൊഴുക. ഒരു 7 വ്യാഴാഴ്ചകളിൽ അങ്ങനെ ചെയ്താൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ മുഴുവൻ സാധിക്കും എന്നാണ് പറയണത്. ശാസ്താവ് തന്നെ 2ആയിട്ടാണ് ഇവിടെ ഒന്ന് ശാസ്താവായിട്ടും ഒന്ന് സ്വാമി അയ്യപ്പനുമായിട്ടും. ഒന്ന് ഒരാൾ വടക്കുവശത്തും ഒരാൾ തെക്കുവശത്തായിരിക്കുന്നത്. 2 പേർക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് സപ്താഹം, ഇപ്പോൾ എൻ്റെ ഫീൽഡ് സപ്താഹമാണ്, ഭാഗവത സപ്താഹം ചെയ്യലാണ്. അത് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഈ അമ്പലത്തിലാണ്. ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്നോട് വന്ന് ആവശ്യപ്പെട്ടു, ഒരു സപ്താഹം നടത്തി തരാമോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സപ്താഹം ചെയ്ത് ഇവിടെയാണ്. അതോടുകൂടി എനിക്ക് വളരെ ഒരു മനസ്സിന് സന്തോഷം,
ഏത് വിഷയത്തിനെയും നേരിടാനുള്ളൊരു ധൈര്യം, ആ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എനിക്ക് നന്നായിട്ട് അതിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഭീതി ഉണ്ട്. ഏത് മനുഷ്യനായാലും ഭയമാണ് നമ്മളെ എപ്പോഴും താഴത്തേക്ക് കൊണ്ടുപോകണേ. അത് ഭീതി പലതരത്തിലുണ്ട്. രോഗത്തിൻ്റെ ഭീതി, മറ്റുള്ളവരെ അയൽക്കാരെ ഭീതി, പിന്നെ മറ്റേ ഭൂതപ്രേതങ്ങളെ ഭീതി. ഓരോരുത്തർക്കും ഓരോ തരം ഭീതിയാവും. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. പിന്നെ ചിലക്ക് ധനം നഷ്ടപ്പെടുമ്പോൾ ഭീതി, അയ്യോ ഈ ധനം മുഴുവൻ നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ ജീവിക്കും, അതൊരു ഭയമാണ്. അങ്ങനെയുള്ള ആ ഭയങ്ങളെയൊക്കെ അകറ്റാൻ ഈ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് പറ്റും. നമ്മുടെ വിശ്വാസമാണ് പ്രധാനം. നമുക്ക് ഈ ദേവനെ ഉപാസിച്ചാൽ അത് നമുക്കൊരു ഗുണം ചെയ്യുന്നുള്ള വിശ്വാസം ആദ്യം ഉണ്ടാവണം. ആ വിശ്വാസത്തോടു കൂടി ശ്രദ്ധയോടുകൂടി പഠിക്കണം. ശ്രദ്ധയും വിശ്വാസമാണ് ഈശ്വരോപാസനയുടെ പ്രധാന ഘടകം. അങ്ങനെ ഞങ്ങൾ ഉപാസിക്കുമോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുമെന്ന് പറയും. അങ്ങനെ പലരും രക്ഷപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ പറയേണ്ടതായിട്ട്. എനിക്കൊരു വലിയ അസുഖം വന്നു, ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ എന്ന് 3 ഡോക്ടർമാരും വിധി എഴുതി. ഞാൻ അന്ന് ആശ്രയം ഇവിടെയായിരുന്നു. ഇവിടെ വന്ന് നിരന്തരം പ്രാർത്ഥിക്കും. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു എനർജി, ഭഗവാൻ തന്നൊരു ധൈര്യം. എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഇത് തന്നെയാണ് അസുഖം എന്ന് പറഞ്ഞെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാൻസർ ഇല്ല എന്ന്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ഇവിടെ നിന്ന് കിട്ടിയ, അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് എന്നെ. പിന്നത്തെ എനിക്കൊരു ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ അന്ന് തീരുമാനമെടുത്തു. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രവർത്തകനാണ് തീരുമാനിച്ചത്. അതിനുശേഷം 15 വർഷം തുടർച്ചയായിട്ട് ഇതിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി സ്ഥാനങ്ങളിൽ വഹിക്കുകയും ചെയ്യാൻ യോഗം കിട്ടി. ഈ 15 വർഷം എനിക്കുണ്ടായ ജീവിതത്തിൽ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം, ഇപ്പോൾ ഇവിടെ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, 1-2 ബിസിനസ് ചെയ്യുന്നുണ്ട്, കൃഷി, എല്ലാം എനിക്ക് നല്ലൊരു കുടുംബം, മക്കളുടെ ഭാവി എല്ലാം ഭദ്രമായിട്ട്. മറ്റ് ഇത്രയും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് കൂടിയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടിയത് ഇവിടെ നിന്നാണ്. നമ്മൾ എന്ത് അഭീഷ്ടകാര്യം വിചാരിച്ചാലും അത് നടത്തി തരുന്ന മൂർത്തിയാണ് ഇവിടെയുള്ളത്. 3 പേരും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഞാൻ സ്ഥിരം ഇവിടെ വരണ ആളാണ്. 41 വർഷമായി ഞാനിവിടെ സ്ഥിരതാമസമാക്കിയിട്ട്. അന്ന് സ്ഥിരം ഉണ്ടായില്ല. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും കൂടെ പഴയ കാലത്ത് മുതൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നമ്മളങ്ങോട്ട് മനസ്സിൽ നിന്ന് വിഷമിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പടി എത്തുന്നതിന് മുമ്പ് നമുക്ക് അതിന് അനുഭവം തരും എന്നുള്ളതാണ് ഇവിടുത്തെ മൂർത്തിയുടെ ഒരു ഇത്. അങ്ങനെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ട് എനിക്ക് എങ്ങും പോകാനും തോന്നില്ല. ഈ ക്ഷേത്രം അങ്ങനെ ഇവിടെ എന്ത് ചെറിയ കാര്യമുണ്ടോ വലിയ കാര്യമുണ്ടോ ഞാനിവിടെ ഉണ്ട്. അറിയില്ല, എനിക്ക് വയ്യായ വന്നാൽ എനിക്ക് ഭഗവാൻ നേരിട്ട് വരുന്ന അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വഴിപാടുകൾ നടത്തിയാലും അതിനനുസരിച്ച് ഇന്ന് നമ്മൾ ഈ ഭഗവാന് വേണ്ടിയിട്ട് ഇവിടെ ഈ തിരുമുറ്റത്ത് ഒരു പുല്ല് പറിച്ചാൽ ആ പുല്ല് പറിക്കുന്നവർ ആത്മാർത്ഥതയോടുകൂടിയാണ് അത് ചെയ്യുന്നതെന്നെങ്കിൽ ചിലപ്പോൾ അന്നോ പിറ്റേ ദിവസമല്ല നമുക്ക് അനുഭവം കിട്ടണേ. എന്നെപ്പോലെ ഇപ്പോൾ വയസ്സായ എനിക്ക് ഈ ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹം എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നത്, സുഖവും എല്ലാം ഇന്ന് എനിക്ക് കിട്ടുന്നത്, എൻ്റെ മക്കളിൽ നിന്ന് കിട്ടുന്നതും എല്ലാനും ഭഗവാന്റെയൊക്കെ അനുഗ്രഹം. അന്ന് ഞാൻ 17 വർഷമായി ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോഴാണ് ഇങ്ങനെ സപ്താഹം എന്ന് പറഞ്ഞുള്ള സംഭവം ഞാൻ അറിയുന്നത് 17 വർഷം മുമ്പ്. അപ്പോൾ ഇവിടെ സപ്താഹം തുടങ്ങണം. അപ്പോൾ സപ്താഹത്തിന് വന്ന് ഇവിടെ നിറച്ച ആളുകളാണ്. പന്തലൊക്കെ കെട്ടി ഭയങ്കര ഇതൊക്കെ ആയിട്ട് 2 ആചാര്യന്മാരുണ്ടാവും. അവർ കീർത്തനം പാടി കഥകൾ പറഞ്ഞ് നല്ല ആദ്യമായിട്ട് ഞാൻ കേൾക്കണതാണ്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു അത്. മോൾക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് സന്താനഗോപാലമൂർത്തിക്ക് തൊട്ടിൽ കെട്ടിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഉണ്ടായത്. അങ്ങനെ ഒരനുഭവമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഞാൻ എപ്പോൾ സാമ്പത്തികമായി പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെനിക്ക് സാധിച്ചതുണ്ട്. ഇന്നുകൂടി അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര സാമ്പത്തികമായ വിഷമമായിട്ട് ഇരിക്കുമ്പോൾ ഇന്നലെ മുതൽ പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു. ഈ നിമിഷത്തിൽ അതിന് സാമ്പത്തിക സഹായം എനിക്ക് നേടിയിട്ടാണ് വരുന്നത്. ഈ കൂടുതൽ എനിക്ക് പറയാനില്ല. പിന്നെ അതുപോലെ ക്ഷേത്രത്തിനെ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസം എനിക്ക് സാമ്പത്തിക നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടല്ല അത്, പക്ഷെ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ ആ വിശ്വാസത്തിലെല്ലാം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മാരാതൃക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. ഈ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും
അതിവിപുലമായി ആചരിച്ചു വരുന്നു. അന്നേ ദിവസം വൈകിട്ട് ഈ ക്ഷേത്രത്തിൽ ശ്രീ നരസിംഹസ്വാമിക്ക് പാനകം പ്രത്യേക വഴിപാടായി നടത്തി വരുന്നു. ഈ പാനകം വഴിപാടായി സമർപ്പിക്കുന്നവർക്കും പാനകം സേവിക്കുന്നവർക്കും സർവ്വരോഗ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. കൂടാതെ എല്ലാ മാസത്തിലെയും തിരുവോണം നാളിൽ ഈ ക്ഷേത്രത്തിൽ തിരുവോണമൂട്ട് നടത്തി വരുന്നു. അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും വഴിപാടുകളും നടത്തി വരുന്നു. എല്ലാ വ്യാഴാഴ്ച തോറും പാനക വഴിപാട്, നരസിംഹമൂർത്തിയുടെ ഇഷ്ട വഴിപാടായ പാനകം ഇവിടെ അധികമായി നടത്തി വരുന്നു. ചില ചാർത്ത് പ്രകാരമുള്ള പരിഹാരമായും പാനകം ഇവിടെ നടത്തി വരുന്നു. പാനക വഴിപാട് നടത്തുന്നവർക്ക് ശത്രുത സംഹാരം, ഇഷ്ടകാര്യസിദ്ധി, വിവാഹ തടസ്സം, ഗ്രഹതടസ്സങ്ങളെല്ലാം മാറി ഗ്രഹം പണിയുന്നതിനും വിവാഹം നടക്കുന്നതിനും സന്താന ലബ്ധിക്കൊക്കെ വേണ്ടി പാനക വഴിപാട് നടത്തി വരുന്നു. കൂടാതെ എല്ലാ മാസവും തിരുവോണ പൂജ നടത്തി വരുന്നു. തിരുവോണ പൂജയോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒന്ന്, നരസിംഹ ജയന്തിക്ക് തിരുവോണ ഊട്ട്, ഉണ്ണിയൂട്ടായിട്ട് നടത്തി വരുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഭഗവാന്റെ ഒപ്പം തന്നെ നേദ്യം കൊടുത്ത് പ്രഹ്ലാദ ഭക്തിയും സ്മരണയും പുതുക്കി ഇവിടെ ഉണ്ണിയൂട്ട് നടത്തി വരുന്നു. കൂടാതെ ഉണ്ണിയൂട്ടിൻ്റെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് അഭിമുഖമായി നിലകൊള്ളുന്ന വട്ടേക്കാട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ബാലികമാരുടെയും ബാലകന്മാരുടെയും ശോഭയാത്ര ഈ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയും ഈ ക്ഷേത്രത്തിൽ വന്നു ചേരുമ്പോൾ വൈകിട്ട് മഹാദീപാരാധനയും നടക്കുന്നു. അതോടൊപ്പം തന്നെ നരസിംഹ അവതാരം ചന്ദനം ചാർത്തും ആ ദിവസം നടത്തുന്നു. കൂടാതെ പ്രതിഷ്ഠാദിനം മേടം 14-ാം തീയതി ഇവിടെ പ്രതിഷ്ഠാദിനം നടക്കുന്നു. ഈ വൈഷ്ണവ ത്രിമൂർത്തികളുടെ പ്രതിഷ്ഠാദിനം ക്ഷേത്രം തന്ത്രി കാശാങ്കോട്ടത്ത് സുനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലും ക്ഷേത്രം രക്ഷാധികാരി ശ്രീ മാരാമറ്റത്ത് മന അവറുകളുടെ നേതൃത്വത്തിൽ 25 കലശം, നവകം, പഞ്ചഗവ്യം തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകളോടെ പ്രതിഷ്ഠാദിനം ഭഗവാന്റെ പിറന്നാൾ ആഘോഷിച്ചു വരുന്നു. കൂടാതെ അയ്യപ്പൻ വിളക്കും വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. അയ്യപ്പൻ വിളക്കിൻ്റെ സവിശേഷത എന്ന് പറയാൻ, ഈ ക്ഷേത്രത്തിൽ ഉപമൂർത്തികളായി ശാസ്താവും അയ്യപ്പസ്വാമിയും കുടികൊള്ളുന്നു. അതൊരു മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയാണ്. അതിനാൽ അയ്യപ്പൻ വിളക്ക് ഇവിടെ വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെ അധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളും ആതിഥ്യ മര്യാദകളും പാലിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി, വളരെ മനോഹരമായി തന്നെ എല്ലാ ഉത്സവ ദിനങ്ങളും ആഘോഷങ്ങളും ദിനാചാരങ്ങളും നടന്നു വരുന്നു. മഹാവിഷ്ണു ചൈതന്യങ്ങളായ ശ്രീ നരസിംഹസ്വാമി, സന്താനഗോപാലമൂർത്തി, ശ്രീ പാർത്ഥസാരഥി എന്നീ ത്രിമൂർത്തികൾ വാഴുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് ഇനി പറയാം. ഈ ക്ഷേത്രത്തിൽ മേടമാസത്തിലെ വിഷുക്കണി ദർശനത്തിൽ തുടങ്ങി 14 ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. നമ്മുടെ ശ്രീ മാരാത്രിക്കൽ വൈഷ്ണവ ത്രിമൂർത്തി സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നമ്മൾക്ക് മേടം 1 തുടങ്ങി മേടം 14-ാം തീയതി വരെയാണ് നമ്മൾക്ക് ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് മാസം ഏപ്രിൽ 14-ാം തീയതി തുടങ്ങി ഏപ്രിൽ 27-ാം തീയതി വരെ വിഷു ദർശനത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ വിഷു ദർശനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാ ഭക്തജനങ്ങളും ആ ദിവസം രാവിലെ തന്നെ പുലർച്ചെ 4 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് തന്നെ എല്ലാ ഭക്തജനങ്ങളും വന്ന് തൊഴുവാറുണ്ട് വിഷു ദർശനം. അതുകൂടാണ്ട് തന്നെ നമ്മൾക്ക് മെയിനായിട്ട് നമ്മുടെ ചന്ദനം ചാർത്ത് മഹോത്സവം ഉണ്ട് അതിനോടനുബന്ധിച്ച്. അപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ നമ്മൾ 10 ദിവസം നമ്മളിവിടെ ദർശനം ആയിട്ട് കാണിക്കാറുണ്ട്. അതുകൂടാണ്ട് തന്നെ നമ്മൾക്ക് കുറേ ഭക്തജനങ്ങൾ അതിൽ വന്ന് ദർശനം ചെയ്യാറുമുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമ്മൾക്ക് ഭാഗവത സപ്താഹ യജ്ഞമുണ്ട്. അന്നത്തെ ദിവസം തുടങ്ങി നമ്മൾക്ക് എല്ലാ ദിവസവും 7 ദിവസമാണ്. 7 ദിവസവും നമ്മൾ അന്നദാനം കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക്. അതുകൂടാണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് പ്രതിഷ്ഠാ ദിനത്തിന് 27-ാം തീയതിയാണ്, ഏപ്രിൽ 27 പ്രതിഷ്ഠാ ദിനമാണ്. അന്ന് നമ്മൾക്ക് ഭഗവാന്റെ പ്രതിഷ്ഠയുടെ നമ്മൾക്ക് വൈകിട്ട് നമ്മളൊരു പഞ്ചസഹസ്ര ദീപക്കാഴ്ച, നമ്മളിവിടെ അമ്പലം ഫുള്ളും ഒരു ദീപം കത്തിച്ച് തെളിയിച്ച് നമ്മൾക്ക് ഭഗവാന്റെ ചൈതന്യം കുറച്ചും കൂടി ഒന്ന് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദീപക്കാഴ്ച പോലെ നമ്മൾ നടത്തി വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സപ്താഹത്തിനോടനുബന്ധിച്ച് നമ്മൾ 7 ദിവസവും നമ്മൾക്ക് ഭക്തർക്ക് ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അതിൽ ലാസ്റ്റ് ദിവസം മാത്രമാണ് നമ്മൾ വൈകിട്ട്, അതായത് ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ അന്നദാനം എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അതുകൊണ്ടനുസരിച്ച് നമ്മൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് വൈകിട്ട് വിവിധ കലാപരിപാടികളും നമ്മൾ നടത്തി വരുന്നുണ്ട്. 3 ഏക്കറോളം വിസ്തൃതമായ
ഈ പ്രദേശത്തിൻ്റെ അധിപന്മാരാണ് ഈ വൈഷ്ണവ ത്രിമൂർത്തികൾ. ഈ ത്രിമൂർത്തികളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിച്ച് ഈ ക്ഷേത്രത്തെ നവീകരിച്ചാൽ ഈ ദേശക്കാർക്കും ഭക്തജനങ്ങൾക്കും പുരോഗതി ഉണ്ടാകുമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. ആയതിനാൽ ഈ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗങ്ങൾ ഈ ക്ഷേത്രത്തെ എത്രയും പെട്ടെന്ന് പുരോഗതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ശ്രീ മാരാത്രിക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രത്തിന് 3 കൊടിമരങ്ങളും 3 തിടമ്പും 3 ഉത്സവങ്ങളും വെവ്വേറെ നടത്തണമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഭക്തജനങ്ങളുടെ നിർലോഭ സഹകരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു ദൗർഭാഗ്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാധാരണ ഒരു സ്ഥലമാണ്, സാധാരണക്കാരും മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കിതിനുള്ള സാമ്പത്തിക ശേഷി വളരെ ദയനീയമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട തരത്തിൽ അവർക്കുള്ള ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുവാനോ, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന തിരുവോണ ഊട്ടിന് പ്രസാദ ഊട്ട് നടത്തുവാനുള്ള ഒരു ഊട്ടുപര, ഇതാണ് നമുക്ക് ആവശ്യം. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ ഒരു പരിമിതമായ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ വളപ്പിലേക്ക് ഇരുന്നിട്ടാണ് നമ്മൾ ഇവർക്കുള്ള ഭക്ഷണം പ്രസാദൂട്ട് നടത്തുന്നത്. അതുപോലെ തന്നെ നരസിംഹ ജയന്തിക്കുള്ള ഉണ്ണിയൂട്ട് നടത്തുന്നതൊക്കെ തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ഇരുന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ കൂടി തന്നെ കൂട്ടിയാൽ കൂടാത്ത ഒരവസ്ഥയിലാണ്. ഇത്ര വലിയ ക്ഷേത്രമാണ്, ഇത്രയും മഹാക്ഷേത്രത്തിലേക്ക് ഉയരേണ്ട ക്ഷേത്രം. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരുടെയും സഹായ സഹനങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഈ മാരാതിർക്കൽ വൈഷ്ണവ ത്രിമൂർത്തി ക്ഷേത്രത്തിലെത്തി ഈ ത്രിമൂർത്തികളെ ദർശനം ചെയ്യുവാനായതും ഇവിടെ എത്തിച്ചേരുവാനായതും ഭഗവത് നിയോഗമായി കരുതുന്നു. ഈ വൈഷ്ണവ ചൈതന്യങ്ങളുടെയും വട്ടേക്കാട്ട് ഭഗവതിയുടെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി